അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖമാണ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ സങ്കടം ഉണ്ട് കേട്ടോ, പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് നാളുകളായി നമ്മളെ ടാർഗറ്റ് ചെയ്യുകയാണ്. അത് ഓരോ വ്യക്തികളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച്, അതായത് നമുക്കെതിരായിട്ട് ആരെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ പോയിക്കൊണ്ട് കമൻറ്റുകളിടുക. ഇനിയിപ്പോൾ എന്നെക്കുറിച്ചല്ല, നജലയെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നതെങ്കിലും അതിലും എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കമൻറ്റുകൾ ഇടുക. അതൊരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിയെ തന്നെ ഞാൻ പറയാം കേട്ടോ. ഷെമി ഷാം എന്ന് പറഞ്ഞൊരു കമൻറ്റിൻ്റെ ഉടമയാണ്. ഷെമി ഷാം എന്നാണ് ഐ ഡിയുടെ നമ്പർ, അല്ല ഐ ഡിയുടെ പേര്. അപ്പോൾ ഈ ഷെമി ഷാം എന്ന് പറയുന്ന വ്യക്തി ഞാൻ ലൈവ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ലൈവിൽ വന്നിട്ട് ആദ്യമൊക്കെ എൻ്റെ വീഡിയോസിന് താഴെയൊക്കെ ഒന്ന് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ അവരെ റഫാക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ അവർക്ക് കമൻറ്റിന് മറുപടി കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് പോയിരുന്നതാണ്. അപ്പം നമ്മുടെ ലൈവിൽ എന്താ പറയുക, കാറ്റ് ലവർ, ഷെമി, പിന്നെ നിസി മജീദ്, ഇവരെല്ലാം നമ്മുടെ ലൈവിലുണ്ടായിരുന്നു കേട്ടോ. സുഖസുന്ദരമായിട്ട് പോകുന്നതാണ്. അന്ന് അതിൻ്റെ ഇടയിൽ എന്നോട് ഷെമി ഒരു ചോദ്യം ചോദിച്ചു. നമ്മുടെ നെസിമോളെ അല്ല നെസി മജീദിനെ കയ്യിലെടുത്തൂലേന്ന്. നെസി മജീദിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും കയ്യിലെടുത്തിട്ടില്ല. നെസി ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കുന്നു, നെസി അതിന് മറുപടി പറയുന്നു. അപ്പോൾ നെസി എന്നെ കുറേ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയിട്ടും ഞാൻ അതിനൊന്നും എന്താ പറയുക, അതിലൊന്നും വീഴാതെ, അല്ലെങ്കിൽ ഞാനത് ആ കുട്ടി പറയുന്നത് ആ കുട്ടിയുടെ കാര്യം, ഞാൻ പറയുന്നത് എൻ്റെ കാര്യം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് എവിടെയും കൂട്ടിമുട്ടാതെ ഒരു ക്ലാഷ് ഇല്ലാത്ത രീതിയിൽ സമാന്തരമായി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ ഇടയ്ക്ക് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ലൈവിൽ ഈ കുഞ്ഞ് കയറി വരാറുണ്ട്. അപ്പോൾ എന്തോ എനിക്കറിയില്ല, എന്നെ ആമിനുമ്മ എന്ന് വിളിക്കാൻ തുടങ്ങിയത് തന്നെ ഈ കുഞ്ഞാണ് കേട്ടോ. പക്ഷേ എനിക്ക് ആ കുട്ടിയോടും ആ കുട്ടിക്ക് എന്നോടും എന്തോ ഒരടുപ്പം, അത്ര തന്നെ. അങ്ങനെ നമ്മുടെ ലൈവ് സൂപ്പറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നമ്മുടെ ലൈവിൽ ഈ ഷെമി വരാറുണ്ട്, കാറ്റ് ലവർ വരാറുണ്ട്, നസീം മജീദ് വരാറുണ്ട്. പിന്നെ ഇപ്പോൾ ഐഷ പർവീൻ എന്നൊക്കെ പറഞ്ഞ കുട്ടി പുതിയ കുട്ടിയാണ്. നമ്മുടെ ലൈവിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നോ ഒരു ദിവസം, അല്ല ഐഷ പർവീൻ അല്ലല്ലോ, ഐഷ നേഹ എപ്പോഴും ഒരു ദിവസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞതിന് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ഷെമി പറയുന്ന ഓരോ കമൻറ്റുകളും എന്തെന്ന് പറയുക, ഒരു ചിലപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഒട്ടും കൾച്ചറില്ലാതെ സംസാരിക്കുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാനതിന് മറുപടി കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംസാരിക്കില്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് വൾഗ ഭാഷയായിട്ടാണ് നമ്മൾ കണക്കാക്കാറെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറയും, സോറി ഇത്താ, ഞാൻ അങ്ങനെ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് സംസാരിക്കുക എന്നൊക്കെ പറയും. ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. അപ്പം നമ്മുടെ ലൈവിൽ ഇവർ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ലൈവ് വൈബായി പോകുന്നു. നല്ല അടിപൊളി വൈബ് ലൈവ് കേട്ടോ. ഒരു കുഴപ്പമില്ല. നമ്മുടെ ലൈവിൽ ഒരാളെക്കുറിച്ചിട്ടുള്ള കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറയാനില്ല. പക്ഷേ ഇവരപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മുടെ ലൈവിൽ വരുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. ഒരേ ലൈവിൽ തന്നെ എല്ലാവരും ഇരിക്കണം, ആരും വാശി പിടിക്കാനൊന്നും പാടില്ലല്ലോ. നമ്മളത് പറയാറില്ല. അപ്പം നല്ല രസകരമായിട്ട് പോകുന്ന സമയത്ത് നെജില ഒരു ദിവസം എൻ്റെ ലൈവിലേക്ക് കയറി വന്നു. നെജിലയ്ക്ക് സ്വാഭാവികമായി രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നെജിലയുടെ ഏതാണ്ട് എന്താ പറയുക എം പി ഒക്കെ തീർന്നിട്ടുണ്ടാവും നെറ്റിൻ്റെ. അതുകൊണ്ടാണ് നെജില വരാതിരിക്കാറ്. അപ്പോൾ അന്ന് നെജില നമ്മുടെ ലൈവിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ നെജിലയുമായിട്ട് ക്ലാഷ് ആയി തുടങ്ങി. സംസാരിച്ച് അതൊരു അറ്റമില്ലാതെ പോയി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, പോട്ടെ വിട്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ, നിങ്ങളത് വിട്ടേക്ക്. അപ്പോൾ അവരവരുടെ രീതി, ഇവരുടെ രീതി. നമ്മുടെ ലൈവിൽ നമ്മൾ ആരെയും കുറ്റം പറയണ്ട, ഈ ഒരു വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത് പറഞ്ഞു. പിറ്റത്തെ ദിവസം ഇവർ നമ്മുടെ ലൈവിൽ നിന്ന് സ്പ്ലിറ്റായിട്ട് ഇവർ മറ്റൊരു ലൈവിൽ പോയിക്കൊണ്ട് ഇവർ പറയുന്ന ഒരു ഡയലോഗാണ്, നമ്മുടെ ലൈവ് ഭയങ്കര ഷോക്കാണ്. സത്യമാണ്. കാരണം തലേ ദിവസം വരെ നമ്മളോട് നല്ല സ്നേഹത്തിൽ നിന്നിട്ട് നമ്മുടെ ലൈവിൽ ഇവരെ കാണാതായപ്പോൾ നമ്മൾ ഇവരെ അന്വേഷിക്കുന്നുണ്ട്, ഇവരെ കണ്ടില്ലല്ലോ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം നെസ്സി നമ്മുടെ ലൈവിലുണ്ട് കേട്ടോ. നെസ്സി വരുന്നുണ്ട്. നെസ്സിയോടാണ് ഞാൻ ചോദിച്ചത് പോലും, എന്തുപോലെ നെസ്സി മോളെ കണ്ടില്ലല്ലോ അവരെയൊക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പോയി തൊട്ടടുത്ത ദിവസം ആ ദിവസം ഇവർ അപ്പുറത്ത് പോയിട്ട് ഇവർ പറയുന്നത്, നമ്മളില്ലാത്തത് കൊണ്ട് ഇവരുടെ ലൈവ് ശോകമായിരുന്നു. സത്യമാണ്, അത് സത്യമാണ്. കാരണം ഇവരുണ്ടായിരുന്നില്ല, അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ പോകുന്ന ലൈവ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നെജി വന്നു എന്നുള്ള ഒറ്റ കാര്യം അവിടെ ഉണ്ടായിട്ടുള്ളൂ. നമ്മളവരെ കുറ്റം പറയുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് അവർ പിന്നീട് ഉള്ള ദിവസങ്ങളിലൊക്കെ ഇവർ അപ്പുറത്തെ ലൈവിൽ പോയി നമ്മളുടെ കുറ്റങ്ങളും കുറവുകളാണ് ഇവരുടെ പിന്നത്തെ ഭാഷ. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളത് കാണാൻ പോകാറില്ല. അവരെന്തായിക്കോട്ടെ, നമ്മുടെ ലൈവിൽ അവർക്ക് വരാൻ താല്പര്യമില്ല, വേണ്ട, അവർ വരണ്ട, നമ്മൾ ആ വിഷയം അവിടെ വിട്ടു.
പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് എവിടെ കണ്ടാലും എപ്പോൾ കണ്ടാലും ഇഷ്ടമില്ലാത്ത കുട്ടി തൊട്ടതൊക്കെ കുറ്റം എന്ന് പറഞ്ഞ മാതിരി അന്ന് വരെ ആമിനുമ്മ ആമിനെത്താന്നൊക്കെ വിളിച്ചിരുന്ന ആ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ ആയി പിന്നീടുള്ള അവരുടെ ഭാഷ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ആ ലൈവിൻ്റെ വൈബ് അല്ലെങ്കിൽ കളറ് നമ്മൾ പോന്നപ്പോൾ ആ ലൈവ് ആകെ മോശമായി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ലൈവ് ആക്റ്റീവായി. അപ്പോഴും ഇവർക്ക് പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ ട്യൂണുകളാണ് ഇവർ പറയുന്നത്. അപ്പം നമ്മുടെ ലൈവിൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ലൈവിൽ വരും, കാരണം അദ്ദേഹം മെസ്സേജ് ഇടും, നമ്മൾ വരും. അതുമാതിരി അന്ന് ടുഗദർ ലൈവ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് ഷമീർക്ക, ഹായ് നിഷി, അല്ല ഹായ് ഷമി, ഹായ് കാറ്റും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹായ് ബായ് ബന്ധമാണ്. അങ്ങനെയാണല്ലോ എല്ലാവരും. നമ്മൾ പരസ്പരം ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ല. അങ്ങനെ ആ ഒരു ബന്ധം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ അപ്പുറത്ത് പോയിട്ട് പിന്നീടുള്ളവരുടെ കുറ്റങ്ങൾ പറച്ചിലും കുറവുകൾ പറച്ചിലും ഒക്കെ വല്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി. മനസ്സിലായോ? എന്നിട്ട് ഒരു കമൻറ്റാണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. അത് അടുപ്പിച്ചടിച്ചുള്ള കമൻറ്റൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ വിജയകാംക്ഷികൾ അയച്ചു തരുന്ന കമൻറ്റുകളാണ്. നമ്മളിവരെ ഇത് കാണാൻ പോകാറില്ല. ഒന്നും നമുക്ക് സങ്കടമാണ്, കാരണം നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും സന്തോഷത്തോടു കൂടി നിന്നിട്ട് അപ്പുറത്ത് പോയി നമ്മളെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആത്മബന്ധമുള്ളവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഇവരിട്ട് ചില കമൻറ്റുകൾ ഞാൻ വായിക്കാം കേട്ടോ. ഷമീർ ഷമിട്ടൊരു കമൻറ്റാണ്, ഇത്താ ഷമീർ തൃശ്ശൂർ ആരെന്ന് മനസ്സിലായോ? ഇപ്പോൾ ഫുൾ സപ്പോർട്ടാണ്, അതും എതിർക്കുന്നവരെ കളിയാക്കി കമൻറ്റ് ഓടി നടന്ന് ഇടുന്ന ആൾ. ഞാൻ അയാളെ കുറുക്കൻ എന്ന് തിരിച്ച് കമൻറ്റ് കൊടുത്തു. കേൾക്കണം കേട്ടോ. അപ്പോൾ അത്രയും നാൾ ഷമീർക്കയായിരുന്നു, ഇപ്പോൾ ഷമീർക്ക പോയിട്ട് കുറുക്കനായി. വേറെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ ഈ ഒരൊറ്റ വിഷയമുള്ളൂ. നെജില വന്നു കഴിഞ്ഞപ്പോൾ നെജിലയുടെ പാട്ടിന് വിട്ടോളൂ. നമ്മുടെ ലൈവിൽ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണ്ട എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നെജിലയെ വെളുപ്പിക്കുന്നുവെന്ന്. എനിക്ക് നെജിലയുടെ അന്തർമുഖമായി അതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറവുകളെ ചികിഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് നെജിലയ്ക്ക് എന്തെങ്കിലും പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് പറയുകയല്ലേ വേണ്ടൂ. ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഒരാളുടെ കുറവുകളിലേക്കും ഞാൻ പോകാൻ തയ്യാറല്ല. ഞാൻ ഇനിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഒരാളുടെ കുറവുകളും തികഞ്ഞ് പോവില്ല. മറ്റൊരു കമൻറ്റും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷെമിഷാം തന്നെയാണ് പറയുന്നത്. അതെ, ഇന്നലെ തള്ളയും മോളും ലൈവിൽ ചാരിറ്റി ഉമ്മ പറയുന്നുണ്ട് സൂഫി 20 ചാനൽ ഫേക്കാണ്. ആ മഹാനല്ല പോലും, അദ്ദേഹം ദീനിയായ പാവ മനുഷ്യനാണ് എന്ന്. പിന്നെ എൻ്റെ മനസ്സിലൊരു നാണം, എനിക്ക് കല്യാണപ്പൂതിയൊക്കെ ഉണ്ട്. അതിന് കുറ്റം പറയാനൊന്നും പറ്റില്ല അല്ലേ. 10-30 വയസ്സാവുമ്പോഴേക്കും 3 അല്ലെങ്കിൽ 10 കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കട്ടെ അല്ലേ. ആ കല്യാണ ജീവിതം സന്തോഷമല്ല, സുഖകരമല്ലെങ്കിൽ ഒരു കല്യാണപ്പൂതിയൊക്കെ ഉണ്ടാവുന്നത് വലിയ തെറ്റൊന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തോ ആ വഴിക്ക് പോട്ടെ. അതാണ് പറയുന്നത്, കണ്ണുള്ളവന് കണ്ണിൻ്റെ കാഴ്ച അറിയില്ല. ഭർത്താക്കന്മാരുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായ രീതിയിലൊക്കെ സന്തോഷം അനുഭവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആ സന്തോഷത്തിൻ്റെ വിലയൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് നാണാവുന്നില്ല. ഒരാളെ കളിയാക്കുന്നൊരു രീതിയാണ് കേട്ടോ. തള്ളയും മോളും ചാനലിൻ്റെ കെട്ടിയോൻ തനി കോഴിക്കുറുക്കൻ. എൻ്റെ പൊന്നേ, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് കേൾക്കണം കേട്ടോ. നെജിലേനെ അറിയാത്ത ആളുകളൊന്നും, ഒരു അത്യാവശ്യം യൂട്യൂബിലും വരുന്നപോലെ കുറച്ച് പേർക്കെങ്കിലും നെജിലയെ അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എങ്ങനെയുള്ള ആളുകൾക്കെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ അത്ര നാളും ഷമീർക്കയായിരുന്നു, അല്ലെങ്കിൽ ആമിനമ്മയായിരുന്നു, ആമിനത്തെ ആയിരുന്നു, ഇവരൊക്കെ പോയ വേടുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. തള്ള, നമ്മൾ സംസ്കാരം അല്പം പോലും തൊട്ട്, തള്ള എന്ന് പറഞ്ഞ വാക്ക് തെറ്റൊന്നും അല്ല കേട്ടോ. തള്ള എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് അർത്ഥമുണ്ട്, അല്ലെങ്കിൽ പ്രായമായ ആളുകൾ എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷേ ഇതൊക്കെ സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. നമ്മളൊരാളെ അമ്മ എന്ന് വിളിക്കുന്നതോ ഉമ്മ എന്ന് വിളിക്കുന്നതോ തള്ള എന്ന് വിളിക്കുന്നതും രണ്ടും 2 രീതിയാണ്. തൃശ്ശൂർക്കാരുടെ ലെവലിൽ കേട്ടോ. ഞാൻ തൃശ്ശൂർക്കാരെ വെച്ചിട്ടല്ലേ നമുക്കറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ കോഴിക്കുറുക്കൻ, എനിക്ക് മനസ്സിലാവണില്ല. ഇവരുടെ വീട്ടിൽ പോയിട്ട് ഏത് കോഴീനെയാണ് മോഷ്ടിച്ച് കുറുക്കം കൊണ്ടുവന്നതെന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഒരാളെക്കുറിച്ച് സംബോധന ചെയ്യുമ്പോൾ അത് കുറച്ച്
മാന്യമായ ഭാഷയിലാവാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കുറ്റങ്ങളൊക്കെ പറയാമല്ലേ, നമ്മൾ പറയും നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോനെ ആസ്പദമാക്കിക്കൊണ്ട് ആളുകൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്, അത് അവരുടെ റൈറ്റ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണോ അവരുടെ റൈറ്റ്സ്? ഒരു വീഡിയോ ഇരുന്ന ആളെ കുറിച്ചിട്ട് കുറുക്കനാണ്, കോഴിയാണ്, എനിക്കറിയില്ല കേട്ടോ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻറ്റ് ബോക്സിൽ ജപ്തിത്താത്താനെയൊക്കെ കയറി കുളിപ്പിക്കുന്നു. എടോ, ഞാൻ പറയുന്നത് ഒരു വീട് ജപ്തിയാവാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അന്തസത്യമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലടോ. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാ സുഖ സൗകര്യങ്ങളിലും കൂടി ഇങ്ങനെ കിടന്ന് മറിഞ്ഞ് തിരിയുന്ന നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടറിയില്ല, അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ കഷ്ടപ്പാടിൻ്റെ കഥ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതിന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ വീട് ജപ്തി ചെയ്യുന്ന കാര്യം പറഞ്ഞു, ആ കുട്ടിയെ സഹായിക്കുന്നു, ഇന്നും ആളുകൾ സഹായിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവർക്ക് കിട്ടുന്ന സഹായഹസ്തങ്ങൾ കുറയുന്നില്ല. അതാണ് എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത് കേട്ടോ. ഇതൊന്നും കോഴിക്കുറുക്കൻ്റെ ഭാര്യ അറിയോ ആവോന്ന് അവർക്ക് തന്നെ അറിയാം. ഞാൻ ഇവരുടെ വീഡിയോസൊന്നും കാണാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഞാനിതൊക്കെ അറിയോ ആവുമെന്ന് സത്യത്തിൽ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ അയച്ചു തരുന്ന കമൻറ്റുകളാണ്. അപ്പോൾ ഷെമി മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തമ്മിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഞാൻ തന്നെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയോ അതല്ലെങ്കിൽ തന്നെ മോശപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തതായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് തനിക്ക് കാണിച്ചു തരാൻ പറ്റൂ? ഇപ്പോഴും ഞാൻ തന്നെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്കൊരു ഫാമിലി ഉണ്ട് അല്ലേ, എനിക്ക് എൻ്റെ ഫാമിലിയിൽ മക്കളുണ്ട്. എന്താ പറയുക, കൊടുത്ത കൈക്ക് ഞാൻ കടിക്കില്ല, അതന്നെ എനിക്കത്രേ പറയാനുള്ളൂ. ഇനി മറ്റൊന്ന് കേട്ടോ, ഇതും ഷെമിയുടെ തന്നെയാണ് കേട്ടോ. ഷെമി ഷാം, ഒരു വെളുപ്പിക്കലുമ്മയും അവരെ കെട്ടിയോനുമുണ്ട്. എടോ, ഈ വെളുപ്പിക്കലുമ്മയും കെട്ടിയോനും ഷെമി തന്നെ എന്തെങ്കിലും നിലയ്ക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? എന്നും സപ്പോർട്ടാണ്. കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു ഉമ്മ. അവരെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവരും ഉഡായിപ്പിന് കയ്യും കാലും വെച്ച ഒരാൾ. അതിലും എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. എടോ, എന്തുടായിപ്പാ ഞങ്ങൾ തൻ്റെ അടുത്ത് ചെയ്തേ? സത്യസന്ധമായിട്ട് തനിക്ക് പറയാം, എന്തുടായിപ്പാ നമ്മൾ ചെയ്തേ? എന്തെങ്കിലും ഉടായിപ്പ് നമ്മൾ തന്നോട് ചെയ്തോ? എന്തെങ്കിലും തനിക്ക് പറയാൻ പറ്റുമോ? തന്നെ നിന്ന് ഒരു 10 രൂപ തന്നെ പറ്റിക്കുകയോ അല്ലെങ്കിൽ തന്നെക്കുറിച്ചൊരു മോശമായൊരു കാര്യം പറയുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ എന്തുടായിപ്പാ നമ്മൾ ഈ കണ്ടുപിടിച്ചത്? പറയാം. അത് പറയാനുള്ള ഒരു മര്യാദയെങ്കിലും താൻ കാണിക്കണം. നല്ലൊരു മാസം വരണല്ലേ, ഞാൻ പറഞ്ഞു നല്ലൊരു മാസമാണ്, അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ഇത്തരം വീഡിയോസ് ഒന്നും ഇടാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഷെമി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടാണ് പറയണത്, മനസ്സത്രയും വേദനിച്ചിട്ടാണ് പറയണേ. എന്ത് കിട്ടി തനിക്ക്? താൻ അപ്പുറയും ഇപ്പുറയും അവരോടും ഇവരുടെയും ഒക്കെ ചാനലിൽ പോയിട്ട് നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തനിക്ക് എന്ത് കിട്ടി? ഇനിയുണ്ടെന്ന് തോന്നണം കേട്ടോ, ഇനിയും കാണണം തൻ്റെ മെസ്സേജുകൾ, ഇനിയും കാണണം. ഷിമിഷാം കേറ്റുവിനോട് പറയുന്നതാണ് കേട്ടോ. അത് കേറ്റ്ലവറിനോട് പറയുന്നൊരു കാര്യമാണ്. അപ്പുറം പാവപ്പെട്ട ഉമ്മ ടുഗദർ ലൈവിൽ മേക്കപ്പ് ഒക്കെ ഇട്ടാണല്ലോ പൊന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മേക്കപ്പ് ഇടൽ ആർക്കെങ്കിലും അല്ലേ ഇന്ന ആളുകൾക്ക് പ്രത്യേക അധികാരപ്പെടുത്തിയ വല്ല സംഗതിയാണോ? അത് എല്ലാവർക്കും ചെയ്തുകൂടെ? ഇപ്പം ഭർത്താവുണ്ടോ, ഭർത്താവില്ലേ, ഭാര്യ ഉണ്ട്, ഇതൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതിനൊക്കെ സ്വാതന്ത്ര്യം എല്ലാ ആളുകൾക്കും ഉണ്ട് അല്ലേ? ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇനി എന്നെയാണോ എന്നും എനിക്ക് മനസ്സിലായില്ല. മറ്റൊരു കമൻറ്റ്, ഷെമി തന്നെയാണ് കേട്ടോ പറയുന്നത്. മഞ്ഞളും മുളകും അരച്ച് കലക്കുന്നത് കണ്ടാൽ ഛർദ്ദിക്കും. കേട്ടില്ലേ? മഞ്ഞളും മുളകും അരച്ച് കലക്കുന്നത് കണ്ടാൽ ഛർദ്ദിക്കും മോളെ, ഒട്ടും സംശയമില്ല കാര്യത്തിൽ ഛർദ്ദിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ അങ്ങനെയാണ്, നല്ലതൊന്നും അവർക്ക് പിടിക്കില്ല, അവർ ഛർദ്ദിച്ചേ പറ്റൂ. ഇനി അതിൻ്റെ താഴെ കേട്ടോ, അതിൻ്റെ ഒറിജിനൽ ഫേസ് എന്താണെന്ന് അന്വേഷിച്ച് നോക്കൂ പൊന്നാ. എടോ, 6 നാട്ടിൽ 100 ഭാഷയല്ലേ അല്ലേ? പൊന്നും മുത്തൊക്കെ സംസാര ഭാഷയിൽ വരുന്നതല്ലേ അല്ലേ? എൻ്റെ വീട്ടിൽ എന്നെ ചിലപ്പോൾ മുത്തേന്ന് വിളിക്കും. അപ്പം നിങ്ങൾ പറയും ഞാൻ കറുത്ത കരി വാളിച്ചതല്ലേ, കറുത്ത മുത്തേന്ന് വിളിച്ചോളെ, കുഴപ്പമില്ല കേട്ടോ. കറുത്താലും വെളുത്താലും മുത്തല്ലേ. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണത്. ഇഷ്ടമുള്ള പോലെ വിളിച്ചോട്ടെ. ആ സംബോധനയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു കുറവ് പറയാനുണ്ട്. പൊന്നാന്ന് വിളിച്ചാൽ അത്ര മോശമൊന്നുമില്ലല്ലോ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരികയാണ് കേട്ടോ. നമ്മുടെ
എന്താ പറയുക, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ട് കാര്യം. സന്തോഷിനൊരു സിനിമ പേരിട്ടപ്പോൾ അത് മാറ്റണമെന്ന് ആൾക്കാർ പറഞ്ഞപ്പോൾ കരിപ്പൂർ എന്ന പേര് മാറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ സിനിമയുടെ പേര് മാറ്റാമെന്ന് അദ്ദേഹം പറഞ്ഞതുപോലത്തെ ആ ഒരു താരതമ്യം എനിക്ക് ഓർമ്മ വന്നു. കുറുക്കനും ഭാര്യയും മുന്നേ പറ്റിക്കൽ ബിരുദം നേടിയവർ, അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. പറ്റിക്കൽ ബിരുദം നേടിയവർ എന്ന് പറഞ്ഞാൽ എന്താണ് മോളെ പറ്റിച്ചത്? എന്താണ് പറ്റിച്ചത്? വല്ലാഹി സത്യം, എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും നമ്മൾ പറ്റിച്ചു എന്ന തെളിവ് താൻ കൊണ്ടുവരികയാണെങ്കിൽ എന്തായാലും നമ്മളത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. തെളിവുമായിട്ട് വരണമെന്ന് മാത്രം. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ ഷെമി, എൻ്റെ പല ലൈവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ ഹറാമാക്കിയത്, അല്ലേ? അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മളിന്നും വാടക വീട്ടിൽ ജീവിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള ഞങ്ങളെക്കുറിച്ച് താൻ പറയുന്ന ഭാഷ വളരെ മോശമായിട്ട് തോന്നി. വളരെ മോശമാണ്. ഒന്ന് മനസ്സിലാക്കുക. താൻ ഒരിക്കൽ എന്നോട് പറയേണ്ടായി താൻ മുജാഹിദാണ് എന്ന്. ആ ഒരു സംഘടനയെ ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ, ഒരിക്കലുമല്ല. അവരൊക്കെ ഭയങ്കര മുജാഹിദിലേക്ക് മാറിയ ആളുകൾ, ജമാഅത്തിലേക്ക് മാറിയ ആളുകളൊക്കെ നമുക്കറിയാം. അവരിൽ നിന്നൊന്നും ഇങ്ങനൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവർക്കും ഒരു കളങ്കമാണ് നിങ്ങൾ. മനസ്സിലായോ? അവിശ്വാസികളിൽ പെട്ട പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അവിശ്വാസികളിൽ പെട്ട പോലെ. ഒരു രൂപ നമ്മൾ ആരെയെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാ പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അന്വേഷിക്ക് പൊന്നാവും. ആരോടായി പറയണേ? ആരാ അന്വേഷിക്കേണ്ടത്? ഇത് ഇട്ടിരിക്കുന്നത് ഐഷാ നേഹയുടെ ചാനലിൽ പോയിട്ടാണ് കേട്ടോ. അപ്പം ചോദിക്കും, ഐഷാ നേഹയുടെ ചാനലല്ലേ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളുടെ ചാനലിൽ വന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതിന് എനിക്ക് എടുത്ത് പറയാനുള്ളത് മഞ്ഞളും മുളകും, അല്ലേ? മല്ലി മുളകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെങ്ങാനും കയറി നോക്കി വന്നാലും ആളുകൾ, അങ്ങനെയല്ലേ നിങ്ങളുടെ ഒരു ഉദ്ദേശം? നമ്മളൊരാളെ വെളുപ്പിക്കാൻ നോക്കിയ ഒരാൾ വെളുക്കൂല്ല, നമ്മളൊരാളെ കറുപ്പിക്കാൻ നോക്കിയ കറുക്കൂല്ല. മനസ്സിലാക്കാം. അപ്പം ഷെമി, ഇനിയും ഷെമിക്ക് പറയാം, ഒരുപാട് പറയാം, അല്ലേ? എത്ര വേണമെങ്കിലും പറയാം. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയണ്ടായിട്ടോ. വിശ്രമമില്ലാത്ത ഒരേ ഒരു അവയവമാണ് ഹൃദയം. അതൊന്ന് വിശ്രമിച്ചാൽ അവിടെ തീർന്നു നമ്മുടെ എല്ലാം ജീവിതം. സത്യമാണല്ലേ? അത് തീർന്നു, അവിടെ തീർന്നു എല്ലാം. എന്നിട്ട് എന്തിനും ഏതിനും പവിത്രമായ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യുക. ഏതോ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു നിങ്ങൾ അൽഹംദുലില്ലാ പറയണം അല്ലേ? അന്ന് മുതൽ കളവിന് പോലും അൽഹംദുലില്ലാ. അത്ര തള്ളയും മോളും ലൈവിൽ, തള്ളയും കോഴിക്കുറുക്കനും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, നിങ്ങൾ പറയുന്നത് മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ നിങ്ങളുടെ ലൈവ് കാണാനോ നിങ്ങളുടെ ചാനൽ, നിങ്ങളുടെ കമൻറ്റ് കാണാനോ ഒന്നിനും നമ്മൾ വരുന്നില്ല. ഒരാളെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു ലോകമല്ല ഇത്. ഇത് അള്ളാഹുവിന്റെ വിശാലമായ ദുനിയാവാണ്. അവിടെ നമ്മളും പാവങ്ങൾ എവിടെയെങ്കിലേക്ക് ഒന്ന് കഴിഞ്ഞോട്ടെ. ക്ഷമി, ഇനിയും ക്ഷമിക്ക് മതിയായില്ലെങ്കിൽ നേരിട്ട് വന്നൊരു കത്തിയെടുത്ത് കുത്തിക്കോടും. താനങ്ങ് കുത്തിക്കോ, അതോടുകൂടി തീരുമെങ്കിൽ. അല്ലാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണമല്ലേ. നമുക്ക് ഒളിയമ്പുകൾ അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, തനിക്ക് വൈരാഗ്യമുണ്ട്, വിദ്വേഷമുണ്ടെങ്കിൽ തനിക്ക് നേരെ വന്ന് നമ്മളെ കുത്തി അവസാനിപ്പിക്കാം. പക്ഷേ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലണം, എൻ്റെ ആവശ്യമുണ്ടോ? തോന്നിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലുമൊക്കെ പറയേണ്ടി വന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ വോയിസും ക്ഷമിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ക്ഷമിയെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമി തെളിയിക്കുക. ഓക്കെ, എനിക്കത്രേ പറയാനുള്ളൂ. പക്ഷെ ക്ഷമിയുടെ അത്രയൊന്നും ഇപ്പോൾ കയറ്റുവാണെങ്കിലും നെസിമോളാണ്. നെസിമൊന്നും അത്ര ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആരും എനിക്ക് അയച്ചു തന്നിട്ടില്ല. ക്ഷമിയുടെ ഡയലോഗുകളാണ് എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയത്. ഞാൻ ക്ഷമിയെ ഒന്നും പറഞ്ഞിട്ടില്ല. ക്ഷമിയെന്ന് മാത്രമല്ല, ഞാൻ ആരെ പറഞ്ഞേ? ഞങ്ങളുടെ കൂട്ടായ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായ ഒരു ചർച്ചാ വിഷയം, അത് എനിക്ക് യോജിക്കാൻ പറ്റാതെ ആയപ്പോൾ ഞാൻ ആ വ്യക്തിയോടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന്. അത് ഞാൻ എപ്പോഴും പറയും.
അല്ലാതെ ഞാൻ ചപ്പ് ചവറെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പം എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഒന്ന് നിർത്താം, അതല്ലെങ്കിൽ ഒരു കത്തിയായി നേരെ പോരടോ. എല്ലാ അഡ്രസ്സും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു കൊത്തുകൊണ്ട് തീരുമെങ്കിൽ അതങ്ങ് അവസാനിപ്പിച്ചേക്കും. പോരെ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.